ഇന്ന് നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. നമുക്കിത് അപ്പം, ഇടിയപ്പം, അതുപോലെ തന്നെ പത്തിരി, പൊറോട്ട അതിൻ്റെയൊക്കെ കൂടെ വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ് കേട്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. നല്ലോണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 5 മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 2-3 മിനിറ്റോളം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മുട്ടയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുന്നത് വരയ്ക്ക് മാത്രം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ നല്ലോണം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതൊന്ന് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ഇതേ പാൻ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 4 സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സവാളൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വഴന്ന് വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോസൊക്കെ കാണുന്നുണ്ട് ആൾക്കാർ, പക്ഷേ ലൈക്കൊക്കെ ചെയ്യാൻ എല്ലാവർക്കും മടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത്. സവാള നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള ടൊമാറ്റോ പ്യൂരി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. തക്കാളി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 തക്കാളി കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഇതേ തക്കാളി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാള നല്ലോണം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോണ വരയ്ക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇത് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ നല്ലോണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സവാള നല്ലോണം കളറൊക്കെ മാറി വന്നതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് പോണ വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. കുറച്ച് നേരം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയിട്ട് എടുക്കാനായിട്ട്. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് കുറച്ച് നേരം നല്ലോണമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. തക്കാളിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോണ വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് വഴറ്റിയിട്ട് എടുക്കാനായിട്ട്. ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനൊക്കെ ആയിട്ട് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ലേ, ആ ഒരു സമയത്ത് വേണം കേട്ടോ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. 1/2 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിതിലേക്ക് പിന്നീടാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി അരച്ചതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നല്ലോണം തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഈ ഒരു മുട്ടയിൽ നല്ലോണം മസാല ഒക്കെ ഒന്ന് പിടിക്കണ വിധത്തിൽ വേണം കേട്ടോ ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഗ്രേവി എത്രത്തോണ്ട് വേണം അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള വെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചിട്ട് എടുക്കും കൂടെ ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവിയിലാണ് ഞാൻ ഈ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഒരു ലൂസായിട്ടുള്ള പരുവത്തിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിലേക്ക് ഒരല്പം കൂടെ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവ് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ ഞാൻ നേരത്തെ മറന്നു പോയിട്ടുള്ള ഒരു മഞ്ഞൾപ്പൊടി ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല മണം, നല്ല ടേസ്റ്റ് ഉള്ളൊരു മുട്ട റോസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇന്നത്തെ വീഡിയോ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്